ഹലോ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് മാറിയിട്ടുള്ള ആദ്യത്തെ ദിവസാട്ടോ. നമ്മുടെ വീടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പം നമ്മള് വേറെ വീട്ടിലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ രാവിലത്തെ ദിവസം എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എല്ലാം തന്നെ മുറ്റത്തൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ഇരിക്കുവാ. അപ്പൊ എല്ലാം ഓരോ സ്ഥാനത്തൊക്കെ ആയിട്ട് വെക്കാനുണ്ട്. മുടി ചീകാനായിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ മുടിയൊക്കെ ചീകിട്ട് കയറി വന്നു. അത് കഴിഞ്ഞപ്പോ നമുക്ക് എല്ലും കപ്പയാണ് ഇന്ന്. അപ്പൊ എല്ലും കപ്പ വെക്കാനുള്ള ഇറച്ചി നന്നായിട്ട് മസാലയൊക്കെ ഇട്ടതൊന്ന് കുക്കറിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ എല്ലും കപ്പ അമ്മയാട്ടോ ഉണ്ടാക്കുന്നേ. ഞാനിതിലങ്ങനെ എക്സ്പേർട്ടൊന്നും അല്ല. അമ്മ ഉണ്ടാക്കും. അമ്മ അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിലാക്കി വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു ഓർഡറിലായിട്ട് വരുന്നേ ഉള്ളൂ. സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുവാണ്. ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം തന്നെ പല സ്ഥലത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ കുപ്പി നിങ്ങൾക്ക് കണ്ടുപരിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്കിത് സാധനം മേടിക്കാൻ കിട്ടും. അതുപോലെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇത് ഓയിൽ കണ്ടെയ്നർ ആട്ടോ. നമുക്ക് ഓയിലൊക്കെ സ്പ്രേ ചെയ്യാനും അതുപോലെ തന്നെ സാധാരണ നമ്മൾ കുപ്പിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ രണ്ട് ഉപകാരമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചൊന്ന് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചേക്കുമായിരുന്നു. വീട്ടിൽ വന്നിട്ടൊന്ന് ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെക്കാമെന്ന് വെച്ചു. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ അതുപോലെ മീഷോയിൽ നമുക്കത് മേടിക്കാൻ കിട്ടും കേട്ടോ. പല സൈറ്റിലും പല റേറ്റ് ആയിരിക്കും. ഞാനിത് മേടിച്ചത് മീഷോയിൽ നിന്ന്. ബോട്ടിൽ വരുന്നത് ചില്ലാട്ടോ. അപ്പോൾ നമുക്ക് മേളിൽ തുറക്കാനും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനായിട്ടും പറ്റും. ഡാമേജ് ആകുമെന്ന് കേട്ടോ ഓർത്തേ. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ബെഞ്ച് കഴുകാനായിട്ടുള്ളതുകൊണ്ട് അച്ചാച്ച അതിൻ്റെ പണിയായിരുന്നു. പിന്നെ കപ്പ് നുറുക്കാനായിട്ട് നമ്മൾ എല്ല് വേവിക്കാനായിട്ട് വെച്ചല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് കപ്പയെല്ലാം നുറുക്കി കഴുകി അടുപ്പത്തങ്ങ് വെച്ചു. അപ്പം ഞാനും അമ്മ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തീർന്നിട്ട് വേണം അടുത്തത് ചെയ്യാനായിട്ടെന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമോ. അപ്പോഴേക്കും പാത്രമെല്ലാം ഒന്ന് തുടച്ച് വെക്കാനായിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ആ ഒരു റോളറില്ലേ, അത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. നല്ലൊരു തുണിയാണ് കേട്ടോ. ആ ക്ലോത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ആ പാത്രമൊക്കെ ഒന്ന് തുടച്ച് വെക്കാനും അതുപോലെ നമുക്ക് സിങ്ക്, കൗണ്ടർ ടോപ്പ് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാത്തിനും ഉപകാരം കേട്ടോ. ഒരൊറ്റ തുണി നമുക്ക് പല യൂസിനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. ജ്വല്ലറി ഷോപ്പിൽ നിന്നും തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പാത്രങ്ങളില്ലേ, അതിലെ മാർക്കിങ് നമുക്ക് കളയാനായിട്ട് വിനാഗിരി മുക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലും കപ്പയൊക്കെ റെഡിയായി. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.